അപ്പോൾ നമ്മൾ കാത്തിരുന്ന SSC GDയുടെ എക്സാംസ് തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എക്സാംസ് നടന്നുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഏതാനും ചില പുതിയ ടോപ്പിക്കുകൾ നമ്മുടെ റീസണിങ്ങിലായിട്ട് ആഡായിട്ട് വന്നിട്ടുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇന്നിക്വാളിറ്റി എന്ന് പറയുന്നൊരു ടോപ്പിക്ക് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ കലണ്ടർ, നമ്മൾ സാധാരണ ഈ കലണ്ടർ, ക്ലോക്ക്, അതുപോലെ തന്നെ ഇന്നിക്വാളിറ്റി ഇങ്ങനെയുള്ള ടോപ്പിക്കുകളൊന്നും നമ്മുടെ ഇതിനകത്ത് ഇല്ലായിരുന്നു. നമ്മൾ അനലോഗി, കോഡിങ്, ബ്ലഡ് റിലേഷൻ, സീരീസ്, സീറ്റിംഗ് അറേഞ്ച്മെന്റ്, അതുപോലെ തന്നെ ഫിഗർ ബേസ്ഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ്, മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ, ഇതൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ട് പോകാറുള്ളത്. ഞാൻ ഇതിനോടകം തന്നെ അതൊക്കെ നിങ്ങൾക്ക് റിവൈസ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഇന്നിക്വാളിറ്റി അതുപോലെ തന്നെ നമ്മുടെ കലണ്ടറിലെ 2 ടോപ്പിക്കുകൾ വന്നിട്ടുണ്ടായതുകൊണ്ട് അത് രണ്ടും കൂടെ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിക്കുകയാണ്. ആദ്യം ഞാൻ നിങ്ങൾക്ക് ഇന്നിക്വാളിറ്റി എന്ന് പറയുന്ന ടോപ്പിക്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്, ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. അത് വെച്ചിട്ട് നിങ്ങൾക്ക് നോക്കി അതിൻ്റെ ആൻസേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എന്താണ് ഇന്നിക്വാളിറ്റി എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ കുറച്ച് സൈനുകളാണ് പഠിച്ചിരിക്കേണ്ടത്. ഇതിനകത്തൊരു സ്റ്റേറ്റ്മെന്റ് തരും, അതിൻ്റെ ഒരു കൺക്ലൂഷനാണ് എന്തായിട്ട് തരുന്നത്, ഓപ്ഷനായിട്ട് തരുന്നത്. ആ കൺക്ലൂഷനിൽ ഏതാണ് റൈറ്റ് ആയിട്ട് വരുന്നതെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് തരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില ലെറ്റേഴ്സും അതുപോലെ ഈ സൈനുകളും ചേർത്തുള്ള ഒരു റെപ്രസെൻറ്റേഷൻ ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത്. അതിൽ നിന്ന് ഏത് കൺക്ലൂഷനാണ് ശരി എന്നുള്ളത് കണ്ടെത്തിയാൽ മതി. സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തരുന്നതിലെ സൈനുകൾ നമുക്കൊന്ന് മനസ്സിലാക്കിയിരിക്കാം. അത് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് ഇതെന്താണ്, ഗ്രേറ്റർ ദാൻ സൈൻ ആണ് അല്ലേ? നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഗ്രേറ്റർ ദാൻ സൈൻ, അതുപോലെ തന്നെ ലെസ് ദാൻ സൈൻ, അതുപോലെ തന്നെ ഇസിക്കൽ ടു സൈൻ, അതുപോലെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, അതുപോലെ തന്നെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു. ഈ ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ ഇപ്പം ഞാൻ എപ്പോഴും പിള്ളേരോട് പഠിപ്പിക്കാൻ പറയാറുണ്ട്, എല്ലിന്റെ ഷേപ്പിലുള്ളതാണ് ലെസ് ദാൻ. അപ്പൊ ലെസ് ദാൻ പഠിച്ചു വെക്കാൻ പാടൊന്നുമില്ല. എന്താ ലെസ് എന്ന് വെച്ചാൽ എല്ലിന്റെ ഷേപ്പിലാണ്. അപ്പൊ ഗ്രേറ്റർ ദാൻ അതിന്റെ തിരിച്ചു വന്നാൽ മതി. ഓക്കെ, അപ്പൊ ഇത് മാത്രം പഠിച്ചു വെച്ചാൽ മതി. ഇപ്പൊ എക്സ് ഗ്രേറ്റർ ദാൻ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് അർത്ഥം? ഈ ഓപ്പൺ ആയിട്ടിരിക്കുന്ന സൈഡിൽ ആളാണ് വലുത് അല്ലേ? അപ്പൊ എക്സ് ഗ്രേറ്റർ ദാൻ വൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് ആണ് ഇവിടെ എന്തെന്ന് പറയുന്നത്, വലുത്. ഇനി എക്സ് ലെസ് ദാൻ വൈ എന്ന് പറഞ്ഞാലോ, ഈ ഓപ്പൺ ആയിട്ടിരിക്കുന്ന സൈഡിൽ ഇരിക്കുന്ന ആരാണെന്നാണ് നമ്മൾ പണ്ട് ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടില്ലേ? ഇവിടെ ഓപ്പൺ ആയിട്ടിരിക്കുന്ന സൈഡിൽ ഇരിക്കുന്ന, ഈ ഓപ്പൺ ആയിട്ടിരിക്കുന്നിടത്തിരിക്കുന്ന ആളാരാ? വൈ ആണ്. അപ്പൊ വൈ ആണ് വലുത്. എക്സ് ലെസ് ദാൻ വൈ എന്ന് വെച്ചാൽ എക്സിനേക്കാൾ വലുതാണ് വൈ എന്നാണ് അർത്ഥം. ഓക്കെ, എക്സ് ഇസിക്കൽ ടു വൈ, അത് ആർക്കും തർക്കം ഉണ്ടാവാൻ ചാൻസ് ഇല്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുപോലെ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വൈ. ഇത്രയും സിമ്പലുകൾ നിങ്ങളൊന്ന് പഠിച്ചു വെച്ചാൽ മാത്രം മതി. സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനകത്ത് ആൻസേഴ്സ് ചെയ്യാൻ പറ്റും. ഇനി ഇത് കണക്റ്റഡ് ആയിട്ടാണല്ലോ ഈ സിമ്പലുകൾ തരുന്നത്, പറഞ്ഞ് മനസ്സിലായോ? സിമ്പലുകൾ ഒറ്റ അടിക്ക്, ഇപ്പോൾ ഒരു സിമ്പിൾ, ഇപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ വൈ എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം എക്സ് ആണ് വലുത്, അല്ലെങ്കിൽ എക്സ് ലെസ് ദാൻ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം എക്സ് ആണ് ചെറുത് എന്നറിയാം. പക്ഷേ കണക്റ്റഡ് ആയിട്ട് തരുമ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളതാണ് അറിയേണ്ടത്. അപ്പോൾ അതുകൂടെ ഞാനൊന്ന് പറഞ്ഞുതരാം. അപ്പോൾ റിസൾട്ടന്റ് ഓഫ് സയൻസ് ആ രീതിയിൽ ഒന്ന് പഠിച്ചു വെക്കണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ എ ലെസ് ദാൻ ബി ലെസ് ദാൻ സി ഇങ്ങനെ വേണേൽ തരാമല്ലോ, അല്ലെങ്കിൽ എത്ര വേണേലും തരാം. എ ലെസ് ദാൻ ബി ലെസ് ദാൻ സി, ഇപ്പം ഇത് ഇത്ര നിന്നിരിക്കട്ടെ. അപ്പം അങ്ങനെയാണെങ്കിൽ എയും സിയും തമ്മിലുള്ള ബന്ധം എന്താ? ഇപ്പൊ എ ലെസ് ദാൻ ബി ലെസ് ദാൻ സി എന്ന് തന്നു കഴിഞ്ഞാൽ എയും സിയും തമ്മിലുള്ള ബന്ധം എന്താ? ഇത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ റിസൾട്ടന്റ് ഓഫ് സയൻസ് ഒന്ന് പഠിച്ചു വെക്കേണ്ടത്. ഒന്നുമില്ല, 2 ലെസ് ദാനുകൾ അടുത്തടുത്ത് വന്നാൽ റിസൾട്ട് എന്ന് പറയുന്നത് ലെസ് ദാൻ ആയിരിക്കും. 2 ഗ്രേറ്റർ ദാൻസ് അടുത്തടുത്ത് വന്നാലോ എന്തായിരിക്കും റിസൾട്ടന്റ് സൈൻ? ഗ്രേറ്റർ ദാൻ ആയിരിക്കും. 2 ഇസിക്കൽ ടു സൈൻസ് ആണ് അടുത്തടുത്ത് വരുന്നതെങ്കിലോ അപ്പോൾ ഇസിക്കൽ ടു തന്നെയായിരിക്കും വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈനുകളാണ് അടുത്തടുത്ത് വരുന്നതെങ്കിലോ റിസൾട്ട് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കും. 2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സൈനുകളാണോ അടുത്തടുത്ത് വരുന്നതെങ്കിലോ റിസൾട്ടന്റ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കും. അപ്പൊ നിങ്ങൾ ഒരു കാര്യം പഠിച്ചു വെക്കുക. എന്താണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്? ഒരേപോലുള്ള സൈനുകൾ അടുത്തടുത്ത് വന്നാൽ റിസൾട്ടന്റ് എന്ന് പറയുന്ന സൈൻ എന്തായിരിക്കും? ലെസ് ദാൻ ആയിരിക്കും. ഇപ്പൊ ഇവിടെ നോക്ക്, 2 ലെസ് ദാനുകളല്ലേ അടുത്തടുത്ത് വന്നത്, അപ്പൊ റിസൾട്ടന്റ് എന്തുമായിരിക്കും? ലെസ് ദാൻ തന്നെയായിരിക്കും. പറഞ്ഞ് മനസ്സിലായോ? ഇപ്പോൾ ഇനി എ ഗ്രേറ്റർ ദാൻ ബി ഗ്രേറ്റർ ദാൻ സി എന്നായിരുന്നിരിക്കട്ടെ, അപ്പൊ റിസൾട്ട് എന്തായിരിക്കും? എ ഗ്രേറ്റർ ദാൻ സി എന്ന് നമുക്ക് പറഞ്ഞുകൂടെ? ഇത്രയേ ഉള്ളൂ പരിപാടി. ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ നിങ്ങൾക്ക്? ഇനി ഇത് 4 എണ്ണം വന്നാലും ഒന്നുമില്ല. എ ലെസ് ദാൻ ബി ലെസ് ദാൻ സി ലെസ് ദാൻ ഡി ഇങ്ങനെയാണ് വരുന്നത് എങ്കിൽ ഇറ്റ് ഈസ് ആക്ച്വലി എ ലെസ് ദാൻ സി ലെസ് ദാൻ ഡി എന്ന് വിളിക്കാം, എ ലെസ് ദാൻ ഡി എന്ന് വിളിക്കാം. ഇത്രയേ ഉള്ളൂ. പറഞ്ഞ് മനസ്സിലായോ? അപ്പൊ സിംപിളി നമുക്ക് എന്താണെന്ന് പറയാം, എ ലെസ് ദാൻ ഡി ആണെന്ന് സിംപിളി നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. അത്രേ ഉള്ളൂ. ഇപ്പൊ എ ലെസ് ദാൻ ബി ലെസ് ദാൻ സി ലെസ് ദാൻ ഡി തന്നാലും സിംപിളി ഇറ്റ് ഈസ് മീൻ ദാറ്റ് എന്താണ്, എ ലെസ് ദാൻ ഡി ആണ് എന്നെന്ത് ചെയ്യുക,
മനസ്സിലാക്കുക. ഇതാണ് ഈ റിസൾട്ടന്റ് ഓഫ് സൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പറഞ്ഞ് മനസ്സിലായോ? അപ്പൊ അതാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. ഇപ്പൊ സംഭവം ക്ലിയർ ആയോ? അപ്പൊ ഇവിടെ ഒരുപാടുമില്ല, എന്താ ഒരേപോലുള്ള സൈനുകളാണ് വരുന്നതെങ്കിൽ റിസൾട്ടന്റ് എന്തായിരിക്കും വരുന്നത്? ആ സൈൻ തന്നെയായിരിക്കും. ഇപ്പൊ രണ്ട് ലെസ് ദാനുകൾ അടുത്തടുത്ത് വന്നാലും, രണ്ട് ഗ്രേറ്റർ ദാൻ അടുത്തടുത്ത് വന്നാലും, രണ്ട് ഇസിക്കൽ ടു അടുത്തടുത്ത് വന്നാലും, ലെസ് ദാൻ ഓർ ഈക്വൽ ടു അടുത്തടുത്ത് വന്നാലും, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു അടുത്തടുത്ത് വന്നാലും റിസൾട്ടന്റ് എന്താണ്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു തന്നെയായിരിക്കും. അപ്പൊ അത് മാത്രം നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ ആണല്ലോ? ശരി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ഒരു കാര്യം കൂടെ പറയാം. അപ്പൊ എപ്പോഴും ഇത് തന്നെ ഒരേ സൈനുകൾ അടുത്തടുത്ത് വരണമെന്നില്ല. അപ്പൊ ഒരേ സൈനുകൾ അടുത്തടുത്ത് വന്നാൽ റിസൾട്ടന്റ് ഒരേ സൈൻ ആണെന്ന് പറഞ്ഞു. ഇനി എന്നാൽ തിരിച്ചു വരാം. ഞാൻ അതൊന്ന് പറഞ്ഞുതരാം. നോക്ക്. ഇപ്പോ സപ്പോസ് ഇത് നോട്ട് ചെയ്ത് വെക്കണം, നിങ്ങൾ നോട്ട് ചെയ്ത് പോകണം. ഇപ്പൊ ലെസ് ദാനും അടുത്തൊരു ഇസിക്കൽ ടു ആണ് വരുന്നെങ്കിലോ, അല്ലെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു അടുത്തൊരു ഇസിക്കൽ ടു ആണ് വരുന്നെങ്കിലോ, അല്ലെങ്കിൽ ഗ്രേറ്റർ ദാനും അടുത്തൊരു ഇസിക്കൽ ടു ആണ് വരുന്നെങ്കിലോ, അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു അടുത്തൊരു ഇസിക്കൽ ടു ആണ് വരുന്നെങ്കിലോ, അപ്പോൾ ഒന്നുമില്ല. റിസൾട്ട് എന്ന് പറയുന്നത് ഇപ്പോൾ ഏതിന്റെ കൂടെ ഇസിക്കൽ ടു വന്നാലും അതായിരിക്കും റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെസ് ദാൻ ആയിരിക്കും റിസൾട്ട്. ഇവിടെ എന്തായിരിക്കും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കും റിസൾട്ട്. ഇവിടെ എന്താ റിസൾട്ട്? ഗ്രേറ്റർ ദാൻ ആയിരിക്കും റിസൾട്ട്. ഇവിടെ എന്താ റിസൾട്ട്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കും. പറഞ്ഞ മനസ്സിലായോ? അപ്പോൾ സിമ്പിൾ ആണ്. ഒരു ലെസ് ദാനും ഒരു ഇസിക്കൽ ടു കൂടെ വന്നാൽ റിസൾട്ട് എന്താ? ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇസിക്കൽ ടു കൂടെ വന്നാലും ലെസ് ദാൻ ഓർ ഈക്വൽ ടു തന്നെയാണ്. ഗ്രേറ്റർ ദാനും ഇസിക്കൽ ടു കൂടെ വന്നാലും ഗ്രേറ്റർ ദാൻ ഓർ ആണ്. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇസിക്കൽ ടു കൂടെ വന്നാലും എന്താണ്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. അപ്പോൾ ഇതൊന്നും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. പറഞ്ഞ മനസ്സിലായോ? ഇനി ഇങ്ങനെ വേണമെങ്കിൽ വരാമല്ലോ. എങ്ങനെയാ? ലെസ് ദാൻ ഓർ ഈക്വൽ ടു കൂടെ അടുത്ത് വരാമല്ലോ. അതുപോലെ എന്ത് വരാം? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു അടുത്ത് വരാമല്ലോ. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് തമ്മിൽ അടുത്തടുത്ത് വരാമല്ലോ. ഇത് മൂന്നും എന്താണ്? ഇതൊന്നും അറിയണം കേട്ടോ. ഇത് മൂന്നിന്റെയും പ്രത്യേകത എന്താണ്? ഇപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ് അടുത്ത് വരുന്നതെങ്കിൽ റിസൾട്ട് എന്തായിരിക്കും? ലെസ് ദാൻ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഇപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു കൂടെ വന്നാലും നമ്മൾ എന്തെന്നേ എടുക്കത്തുള്ളൂ? ലെസ് ദാൻ എടുക്കത്തുള്ളൂ. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു അടുത്ത് വന്നാലും എന്തെടുത്താൽ മതി? ഗ്രേറ്റർ ദാൻ എന്ന് മീൻ ചെയ്താൽ മതി. ഇനി ലെസ് ദാനും ഗ്രേറ്റർ ദാനും കൂടെ വന്നു കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈനുകൾ വന്നു കഴിഞ്ഞാൽ റിസൾട്ട് നോ റിസൾട്ട് ആയിരിക്കും. ഓക്കെ. അപ്പോൾ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ എക്സാമ്പിൾസ് ആണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. നോക്കൂ. ഇപ്പോൾ എ ലെസ് ദാൻ ബി ഇസിക്കൽ ടു സി എന്ന് പറഞ്ഞാലും നമുക്ക് എങ്ങനെ മീൻ ചെയ്യാം? എ ലെസ് ദാൻ സി എന്ന് നമുക്ക് എന്ത് ചെയ്യാം? മീൻ ചെയ്യാം. പറഞ്ഞ മനസ്സിലായോ? ഇനി എ ലെസ് ദാൻ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ആണെങ്കിൽ നമുക്ക് എങ്ങനെ മീൻ ചെയ്യാം? എ ലെസ് ദാൻ സി എന്ന് പറഞ്ഞ് നമുക്ക് സിമ്പിൾ ആയിട്ട് മീൻ ചെയ്യാം. ഇനി അതുപോലെ എ ലെസ് ദാൻ ബി ഗ്രേറ്റർ ദാൻ സി എന്ന് വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്താണ്? ഇവിടെ ഇടയ്ക്ക് എന്തായിരിക്കും? നോ റിസൾട്ട് ആയിരിക്കും. എന്തായിരിക്കും വരുന്നത്? നോ റിസൾട്ട് ആയിരിക്കും. ഓക്കെ. കത്തിയോ നിങ്ങൾക്ക്? മൂന്ന് കാര്യങ്ങൾ. അപ്പൊ ഇത് മൂന്നുമാണ് ഞാൻ പറഞ്ഞു തന്നത്. കണ്ടോ? ഇത് മൂന്നും എന്താ? ലെസ് ദാനും ഇസിക്കൽ ടു കൂടെ വന്നു കഴിഞ്ഞാൽ വിച്ച് ഇഫക്റ്റ് എന്ത് തന്നെയാണ്? ലെസ് ദാൻ തന്നെയാണ് വരുന്നത്. അപ്പൊ അത് ഏത് സിമ്പൽ വന്നാലും ഇഫക്റ്റ് എന്തായിരിക്കും? ആ സിമ്പൽ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇസിക്കൽ ടുന്റെ കൂടെ ഏത് സിമ്പൽ വന്നാലും ആ സിമ്പൽ ആയിരിക്കും ഇഫക്റ്റ് വരുന്നത്. ഇനി ഇവിടെ എന്താ ഞാൻ പറഞ്ഞേ? ലെസ് ദാൻ ഓർ ഈക്വൽ ടു, അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഒരേ സിമ്പലും അതിന്റെ ഈക്വൽ ടു കൂടെ വന്നാലും ഇഫക്റ്റ് എന്ത് തന്നെയാണ്? ആ സിമ്പൽ തന്നെയാണ്. അപ്പൊ ലെസ് ദാൻ ഓർ ഈക്വൽ ടു കൂടെ വന്നാൽ ലെസ് ദാൻ ആണ്. പറഞ്ഞ മനസ്സിലായോ? ഇനി രണ്ട് ഡിഫറെന്റ് സിമ്പലുകൾ വരികയാണെങ്കിൽ എന്തായിരിക്കും റിസൾട്ട്? നോ റിസൾട്ട് ആയിരിക്കും വരുന്നത്. പറഞ്ഞ മനസ്സിലായോ? ഇത്രയും കാര്യങ്ങൾ സൈനുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചു നോക്കുക. അപ്പൊ ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു തന്നു അത് മാത്രം നിങ്ങൾ പറ. എന്തൊക്കെ പറഞ്ഞു തന്നു? ആദ്യം സൈനുകൾ പഠിച്ചു. എന്താണ്? 5 സൈനുകളും കറക്റ്റ് ആയിട്ട് പഠിക്കുക. എന്താ? ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ഇസിക്കൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. കത്തിയല്ലോ നിങ്ങൾക്ക്? ഇത് 4ഉം 5ഉം എന്താണെന്ന് അറിയാമല്ലോ. ഇനി റിസൾട്ടന്റ് ഓഫ് സൈനിങ് ഞാൻ പറഞ്ഞു. ഒരേപോലുള്ള സൈനുകൾ തമ്മിലാണ് അടുത്തടുത്ത് വരുന്നതെങ്കിൽ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സൈൻ തന്നെയായിരിക്കും. അവിടെ ഒരു കൺഫ്യൂഷന്റെ ആവശ്യമില്ല. എല്ലാവർക്കും അത് സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റുന്നതേ ഉള്ളൂ. ഇനി അടുത്തത് ഞാൻ എന്താ പറഞ്ഞേ? ഒരു സൈനും അതിൻ്റെ കൂടെ ഇസിക്കൽ ടു കൂടെ വന്നാലും എന്തായിരിക്കും? ആ ഇസിക്കൽ ടുവിന്റെ ഇഫക്റ്റ് എടുക്കേണ്ട ആ സൈൻ തന്നെയായിരിക്കും വരുന്നത്. പറഞ്ഞ മനസ്സിലായോ? ഇനി എന്താ പറഞ്ഞത്? ഒരു സൈനും അതിന്റെ ഇസിക്കൽ ടു കൂടെ ചേരുന്ന സൈനോട് ഒരുമിച്ച് വന്നാലും ആ സൈൻ തന്നെയായിരിക്കും. ഇപ്പൊ ലെസ് ദാൻ ഓർ ഈക്വൽ ടു കൂടെ വന്നാലും ലെസ് ദാൻ തന്നെയായിരിക്കും. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കൂടെ വന്നാലും ഗ്രേറ്റർ ദാൻ തന്നെയായിരിക്കും. വ്യത്യസ്തമായ സൈനുകൾ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും? നോ റിസൾട്ട് ആയിരിക്കും. പറഞ്ഞ മനസ്സിലായല്ലോ? ഇനി അങ്ങനെയാണെങ്കിൽ സൈനുകളുടെ റിവേഴ്സിംഗ് ഒന്ന് പഠിച്ചു വെച്ചേക്കണം. അതൊന്നുമില്ല, അത് വളരെ സിമ്പിൾ ആയിട്ട് പറയാന്നുള്ളതേ ഉള്ളൂ. ഇപ്പൊ എ ഗ്രേറ്റർ ദാൻ ബി എന്ന് വന്നു. മക്കളെ, എ ഗ്രേറ്റർ ദാൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, നിങ്ങൾ ഈ ഓപ്പൺ ആയിരിക്കുന്ന പൊസിഷനിൽ വരുന്ന ആളാണ് വലുതെന്നല്ലേ എപ്പോഴും ചിന്തിക്കാറുള്ളത്? തർക്കമൊന്നുമില്ലല്ലോ. അപ്പോൾ ഓപ്പൺ ആയിട്ട് പൊസിഷനിൽ ഇരിക്കുന്ന ആളാണ് വലുത്. ഓക്കെ. അപ്പോൾ ഇതിനെ ഒന്ന് റിവേഴ്സ് ചെയ്താൽ എങ്ങനെ എനിക്ക് പറയാൻ പറ്റും? ഇതിനെ എങ്ങനെ എനിക്ക് റിവേഴ്സ് ചെയ്യാം? ഇങ്ങനെ പറഞ്ഞൂടെ മക്കളെ? ബി ലെസ് ദാൻ എ എന്ന് പറഞ്ഞൂടെ? അപ്പൊ എന്താണ് എനിക്ക് ഞാൻ ശ്രദ്ധിച്ചെന്താ? ഇതിനെ എങ്ങനെ റിവേഴ്സ് ചെയ്തത്? ഈ ഓപ്പൺ ആയിരിക്കുന്ന സ്ഥലത്ത് എപ്പോഴും ആരായിരിക്കണം? എ വരണം. ഇപ്പൊ എ ഗ്രേറ്റർ ദാൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ റിവേഴ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തുമായിരിക്കും വരുന്നത്? ഓപ്പൺ ആയിട്ടുള്ള പൊസിഷനിൽ എ ആയിരിക്കണം വരേണ്ടത്. പറഞ്ഞു മനസ്സിലായി? അപ്പൊ എ ഗ്രേറ്റർ ദാൻ ബി ഈസ് ഇക്വലന്റ് ആണ് എന്തിന്? ബി ലെസ് ദാൻ എ.
അപ്പോൾ ചില ആളുകൾക്ക് ഇത് കൺഫ്യൂഷനാണ്. സാർ എ ഗ്രേറ്റർ ദാൻ ബിയും ബി ലെസ് ദാൻ എയും ഒന്ന് തന്നെയാണോ? ശരിയാണ്. എ ഗ്രേറ്റർ ദാൻ ബി എന്ന് പറഞ്ഞാൽ എന്താ? എ ആണ് വലുതെന്നല്ലേ? ബി ലെസ് ദാൻ എ എന്ന് പറഞ്ഞാൽ എന്താ? ബി എയേക്കാളും ചെറുതാണെന്നല്ലേ? അപ്പോൾ ഈ റിവേഴ്സിംഗ് സിസ്റ്റം കൃത്യമായിട്ടൊന്ന് അറിഞ്ഞിരിക്കണം. അത് മാത്രമേ ഉള്ളൂ കൺഫ്യൂഷൻ ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഒരു സാധനം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിനകത്ത് നിങ്ങൾക്ക് സംഖ്യ വെച്ച് വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. 10 ഗ്രേറ്റർ ദാൻ 5 ആണ്. ഓക്കെ, തിരിച്ചിങ്ങനെ പറയാലോടാ, 5 ലെസ് ദാൻ 10 എന്നും പറഞ്ഞൂടെ? അപ്പൊ ഇത് രണ്ടും ഒന്ന് തന്നെയല്ലേ? അപ്പോൾ വലിയ സ്ഥലത്തിരിക്കുന്നത് വലിയ സംഖ്യ, വാ തുറന്നിരിക്കുന്നിടത്ത് വലിയ സംഖ്യ ആയിരിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. തിരിച്ചെഴുതുമ്പോഴും ഇത് പ്രത്യേകം കീപ്പ് ചെയ്യണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ സംഭവം കത്തിയല്ലോ. അങ്ങനെയാണെങ്കിൽ ഏതാനും ചില ക്വസ്റ്റ്യൻസ് സിമ്പിൾ ആയിട്ട് നമുക്കൊന്ന് നോക്കിപ്പാം. നിങ്ങൾ തന്നെ ഇതിന്റെ ഉത്തരം എന്താണെന്നൊന്ന് ചെയ്യണം. ഞാൻ ഒരു 4-5 ക്വസ്റ്റ്യൻസ് കാണിച്ചു തരാം. 2 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനും തരാം. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ആണ് പരീക്ഷയ്ക്ക് വരുന്നത്. ഒരു സ്റ്റേറ്റ്മെന്റ് തരുന്നു, അതിന്റെ കൺക്ലൂഷനും ഉണ്ടാവും. എന്നിട്ട് എന്താ ഓപ്ഷനകത്ത് ഏത് കൺക്ലൂഷൻസ് ആണ് ഓക്കെ ആയിട്ട് വരുന്നത് നമുക്ക് നോക്കാം. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് നോക്കിപ്പാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ദാ പി ലെസ് ദാൻ എ ആണോ നോക്കണം. പി ലെസ് ദാൻ എ ആണോ? നിങ്ങൾ നോക്ക്, ഇത് ഒറ്റ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. ദാ ഇത്രയും പോർഷനിൽ നോക്കിയാൽ മതി നമുക്ക്. പി ഗ്രേറ്റർ ദാൻ എസ് ലെസ് ദാൻ എ. അപ്പോൾ ഇവിടെ ഗ്രേറ്റർ ദാൻ എസ് ആണ്, എസും എയും തമ്മിൽ ലെസ് ദാൻ ആണ്. അപ്പോൾ ഇവിടെ ഗ്രേറ്ററും ഇവിടെ ലെസ്റ്റും രണ്ടും ഡിഫറൻറ്റ് സൈനുകളല്ലേ വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് തെറ്റല്ലേ മക്കളെ? അല്ലേ? നമുക്കിവിടെ എന്താ വരുന്നത്? ഒരിടത്ത് ഗ്രേറ്ററും ഒരിടത്ത് ലെസ്സും. അപ്പോൾ എന്താ വരുന്നത്? നോ റിസൾട്ട് അല്ലേ? ആണ്. ഇനി ഓ ലെസ് ദാൻ ഇ. ഓ ലെസ് ദാൻ ഇ. ഇ എവിടെ കിടക്കുന്നത്? ഇതാ ഇവിടെ കിടക്കുന്നു. ഓ എവിടെ കിടക്കുന്നു? ഓയുടെ അടുത്തോട്ട് ഓ ഗ്രേറ്റർ ദാൻ എല്, എല് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇ. അപ്പൊ രണ്ടിടത്തും എന്താ വന്നിരിക്കുന്നത്? ഇപ്പൊ ഫലത്തിൽ വരേണ്ടത് ഗ്രേറ്റർ ദാനും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. ഗ്രേറ്റർ ദാനും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു അടുത്തടുത്ത് വന്നു കഴിഞ്ഞാൽ ഗ്രേറ്റർ ദാൻ്റെ ഇഫക്റ്റ് കിട്ടും. ഓ ഗ്രേറ്റർ ദാൻ ഇ അല്ലേ വരേണ്ടത്? പക്ഷെ ഇവിടെ എന്താ വന്നേക്കുന്നത്? ഓ ലെസ് ദാൻ. ഓയുടെ അടുത്തോട്ടല്ലേ വാ തുറന്നിരിക്കേണ്ടത്, അല്ലെ ഓപ്പൺ ആയിട്ടിരിക്കേണ്ടത്? അപ്പൊ ഇത് രണ്ടും തെറ്റല്ലേ? അപ്പൊ ആൻസർ ഏതാ? ഓൺലി കൺക്ലൂഷൻ 1 ട്രൂ എന്ന് പറയുന്നുണ്ട്, ഓൺലി കൺക്ലൂഷൻ 2 ഈസ് ട്രൂ എന്ന് പറയുന്നുണ്ട്, ബോത്ത് കൺക്ലൂഷൻ 1 and 2 ആർ ട്രൂ എന്ന് പറയുന്നുണ്ട്, നെയ്തർ കൺക്ലൂഷൻ 1 and 2 ഈസ് ട്രൂ എന്ന് പറയുന്നുണ്ട്. നമുക്ക് രണ്ടും തെറ്റായതുകൊണ്ട് ആൻസർ ഓപ്ഷൻ ഡി എന്ന് കത്തിയില്ലേ നിങ്ങൾക്ക്? അപ്പൊ ഇത്രയേ ഉള്ളൂ സിമ്പിൾ ആയിട്ട്. ആദ്യത്തേത് നമ്മൾ നോക്കിയപ്പോൾ തന്നെ ഇവിടെ ഗ്രേറ്ററും വന്നു, ഇവിടെ ലെസ്സും വന്നു. അപ്പൊ അവിടെ തന്നെ നോ റിസൾട്ട് ആണ്. അവിടെ തന്നെ നമുക്ക് എന്താണ്? നോ റിസൾട്ട് ആണ് വന്നത് അല്ലേ? അവിടെ തന്നെ നമുക്ക് എന്താ വന്നേ? നോ റിസൾട്ടാണ് വന്നത്. തർക്കമൊന്നുമില്ല. പിന്നെന്താ രണ്ടാമത്തെ? ഓ ലെസ് ദാൻ ഇ. നമുക്കത് നോക്കിയപ്പോൾ തന്നെ മനസ്സിലായി എന്താ ഇവിടെ രണ്ടിടവും ഗ്രേറ്ററാണ് വന്നേക്കുന്നത്. അപ്പോൾ ഓ ഗ്രേറ്റർ ദാൻ ഇ ആണ് വരേണ്ടതെന്ന് അവിടെ നിന്നും സിമ്പിളായിട്ട് മനസ്സിലായി. കത്തിയല്ലോ നിങ്ങൾക്ക്? അടുത്ത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ തന്നെ ഒന്ന് പറ. പെട്ടെന്ന് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചിട്ട് ആൻസർ കമന്റ് ചെയ്യണം. എന്താ പറഞ്ഞു? എന്താ ഒരു സ്റ്റേറ്റ്മെന്റ്, ലെങ്തി ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അങ്ങ് തന്നിരിക്കുക. അതിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? ആൻസർ കണ്ടെത്തണം. നമുക്ക് നോക്കാം. ജസ്റ്റ് ആദ്യത്തെ എന്താ? എം ഗ്രേറ്റർ ദാൻ ക്യൂ. ഇതിൽ നിന്ന് തന്നെ നോക്കാം എന്നുള്ളതേ ഉള്ളൂ. എം എവിടെ കിടക്കുന്നു, ക്യൂ എവിടെ കിടക്കുന്നു? ദാ ഇങ്ങോട്ട് നോക്ക്. എം ഗ്രേറ്റർ ദാൻ ക്യൂ. ഇതിൻ്റെ ഇടയ്ക്ക് കുറേ സൈനുകൾ വരുന്നുണ്ട്. എം ഗ്രേറ്റർ ദാൻ എൻ, എൻ ലെസ് ദാൻ ഒ. ഇപ്പൊ ഇവിടെ തന്നെ ഡിഫറൻറ്റ് സൈൻ വന്നപ്പോൾ എന്തായി? നോ റിസൾട്ട് ആയി. ഇപ്പൊ ഇങ്ങോട്ടേക്ക് പോകാൻ ഒക്കത്തില്ല. അപ്പൊ തന്നെ എന്തായി? അത് തെറ്റാണ്. നമുക്ക് അവിടെ കിട്ടി. ഇനി ഓ ഗ്രേറ്റർ ദാൻ 6. ഓ ഗ്രേറ്റർ ദാൻ 6. ഓ ഗ്രേറ്റർ ദാൻ 6 എന്ന് വെച്ചാൽ അതാണ് ഇത്രയേ ഉള്ളൂ. ഇത്രയും വരെ പോയാൽ മതി. ഇത്രയും വരെ പോയാൽ മതി. ഓ ഇസിക്കൽ ടു പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓയും പി ഈക്വൽ ആണ്. അപ്പോൾ എന്താ? ഓ ഗ്രേറ്റർ ദാൻ ക്യൂ വരും. ഓ ഗ്രേറ്റർ ദാൻ ക്യൂ ഓക്കെ ആണ്. പിന്നെന്താണ്? ഗ്രേറ്റർ ദാൻ 6. അപ്പോൾ എന്താണ്? ഇവിടെ എല്ലാം ഗ്രേറ്റർ ദാൻ അല്ലേ? കാരണം ഇസിക്കൽ ടു ഗ്രേറ്റർ ദാൻ ഇസിക്കൽ ടു. ഇസിക്കൽ ടു ഗ്രേറ്റർ ദാനോട് എടുക്കുമ്പോൾ ഗ്രേറ്റർ ദാൻ. ഓക്കെ. പിന്നെന്താ? ഗ്രേറ്റർ ദാനും ഗ്രേറ്റർ ദാനോട് എടുക്കുമ്പോൾ ഗ്രേറ്റർ ദാൻ. അപ്പോൾ എന്താണ്? ഓ ഗ്രേറ്റർ ദാൻ 6 തന്നെ അല്ലേ മക്കളെ? എന്താണ്? ഓ ഗ്രേറ്റർ ദാൻ 6 തന്നെ അല്ലേ? അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന 3 സൈനുകളേ ഉള്ളൂ. ഇത് മൂന്നും എന്താണ്? ഗ്രേറ്റർ ദാനോട് അനുകൂലിക്കുന്നതാണ്. അപ്പോൾ ഓ ഗ്രേറ്റർ ദാൻ ഓക്കെ, 6 ഓക്കെ ആണ്. അപ്പോൾ എന്താണ്? ഓപ്ഷൻ ഏതാണ്? ഓൺലി കൺക്ലൂഷൻ 2 ഈസ് ട്രൂ. ഏതാണ്? രണ്ടാമത്തെ കൺക്ലൂഷൻ മാത്രമാണ് എന്ത് വരുന്നത്? ശരിയായിട്ടുള്ളത്. ഒന്നാമത്തെ തെറ്റാണ്. അപ്പോൾ സിമ്പിളായിട്ട് ആൻസർ കിട്ടിയല്ലോ? കിട്ടി. ഇതാ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകും. അപ്പോൾ ഇതിൻ്റെ ആൻസർ നിങ്ങൾ തന്നെ ഒന്ന് ചെയ്തു വാ മക്കളെ. അതെ, ഒരു ലെങ്തി സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. കൺക്ലൂഷനും അതിൽ നിന്ന് എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക. ഓക്കെ. ഡി ഗ്രേറ്റർ ദാൻ സി. നമുക്ക് ഡിയും സിയും എവിടാന്ന് നോക്ക്. ഡിയും സിയും എവിടാന്ന് നോക്ക്. ഇതാ എന്താ ഇവിടെ? സി. ഇവരുടെ ഇടയ്ക്ക് സിയുടെ ഇയുടെ ഇടയ്ക്ക് അല്ല, ഇതിൻ്റെ ഇടയ്ക്ക് ഈ സിമ്പലുണ്ട്, ഈ സിമ്പലുണ്ട്, ഇസിക്കൽ ടു സിമ്പലുണ്ട് അല്ലേ? അപ്പോൾ എന്താണ് ഇതിൻ്റെ നെറ്റ് റിസൾട്ട് എന്താ വരുന്നത്? പറഞ്ഞ് എന്തായിരിക്കും നമ്മുടെ നെറ്റ്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു കൂടെ വന്നു കഴിഞ്ഞാൽ ലെസ് ദാൻ വരും. ശരിയല്ലേ? പിന്നെന്താ വരുന്നത്? സി ലെസ് ദാൻ ഡി. അപ്പോൾ എന്താ നമുക്കിവിടെ വന്നേക്കുന്നത്? ഡി ഗ്രേറ്റർ ദാൻ സി. അപ്പോൾ ഡിയുടെ സ്ഥാനത്തോട്ട് വാ തുറന്നിരിക്കും. അപ്പോൾ ഇതിൻ്റെ റിവേഴ്സ് ആപ്ലിക്കബിളാ. എന്താണ്? ഡി ഗ്രേറ്റർ ദാൻ സി എന്നും ഇവിടെ എഴുതാൻ പറ്റുമല്ലോ. ഇത് രണ്ടും ഓക്കെ അല്ലേ? അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ പെർഫെക്റ്റ് ആണ്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? സിക്കും ഡിക്കും ഇടയ്ക്ക് 3 സിമ്പിൾസ്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ ഇസിക്കൽ ടു.
ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലെസ് ദാൻ കൂടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ലെസ് ദാൻ മാത്രം നമുക്ക് എടുക്കാം. ശരിയാണോ? ലെസ് ദാനും ഇസിക്കൽ ടു എടുക്കുമ്പോൾ എന്താ വരുന്നത്? ലെസ് ദാൻ എടുക്കാം. അപ്പോൾ സി ലെസ് ദാൻ ഡി ആണെന്ന് നമുക്ക് കിട്ടി കൺക്ലൂഷൻ. സി ലെസ് ദാൻ ഡി ഈസ് ഇവിടെ ഓപ്ഷൻ തന്നിരിക്കുന്നത് എന്താ? ഡി ഗ്രേറ്റർ ദാൻ സി. രണ്ടും ഒന്നല്ലല്ലേ? കാരണം ഡി നിങ്ങൾ ഇത്രയും മാത്രം നോക്കിയാൽ മതി. ഡിയുടെ അടുത്തോട്ടാണോ വാ തുറന്നിരിക്കുന്നത്, ഓപ്പൺ ആയിട്ടിരിക്കുന്നത്? ഡിയുടെ അടുത്തോട്ടാണല്ലോ ഓപ്പൺ ആയിട്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഒന്നാമത്തെ കൺക്ലൂഷൻ? ഓക്കെയാണ്. ഇനി രണ്ടാമത്തെ നോക്കളെ, ഇയും എച്ചിന്റെ ഇടയ്ക്ക് ഏതൊക്കെയാണ് വരുന്നത് മക്കളെ? ഇയുടെയും എച്ചിന്റെ ഇടയ്ക്ക് ഇസിക്കൽ ടു സിമ്പിൾ വരുന്നുണ്ട്, ഗ്രേറ്റർ ദാൻ സിമ്പിൾ വരുന്നുണ്ട്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സിമ്പിൾ വരുന്നുണ്ട്, എച്ച് വരുന്നുണ്ട്. ഇതിൽ നിന്ന് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് അറിയാം ഈ ഗ്രേറ്റർ ദാൻ എച്ച് ആണ് വരേണ്ടത്, ഇയുടെ അടുത്തോട്ടാണ് ഓപ്പൺ ആയിട്ടുള്ളത് വരേണ്ടത്. അപ്പോൾ ഇവിടെ നിന്ന് എന്താണ്? ഇത് തെറ്റാണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും അല്ലേ? ഇയുടെ അടുത്തോട്ടല്ലേ ഓപ്പൺ ആയിട്ടുള്ളത് വരേണ്ടത്, ഇവിടെ എച്ചിന്റെ അടുത്തോട്ടല്ലേ വന്നേക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ? ഓൺലി ഒന്നാമത്തത് മാത്രമാണ്. ഓൺലി കൺക്ലൂഷൻ 1 ഈസ് ട്രൂ. കണ്ടോ? വളരെ സിമ്പിൾ ആയിട്ട്. അപ്പോൾ റിവേഴ്സിങ് പരിപാടിയും കൂടെ അറിയാമെങ്കിൽ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടെത്താൻ പറ്റും. അപ്പം ഞാൻ പറഞ്ഞ കാര്യം ബേസിക് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക? നോക്കുക. ഇനി ഇതിനകത്ത് ഇവിടെ സ്റ്റേറ്റ്മെന്റ് മാത്രം തന്നിട്ട് കൺക്ലൂഷൻ ഓപ്ഷൻ ആയിട്ട് തന്നിരിക്കുക. അപ്പോൾ ഇതിൽ ഏതാണ് ഇതുമായിട്ട് മാച്ച് ആവുന്ന കൺക്ലൂഷൻ എന്ന് ഓപ്ഷനിൽ നിന്ന് അങ്ങ് എഴുതിയാൽ മതി. അല്ല വേറെ ഒന്നുമില്ല. ഇങ്ങനെയും വേണമെങ്കിൽ തരാം. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ? എച്ച് ലെസ് ദാൻ ജി ആണോ നോക്കണം. എച്ച് ലെസ് ദാൻ ജി ആണോ നോക്കാം. ഓക്കെ, അപ്പം നമുക്കിവിടെ ഇത് സിമ്പിളായിട്ട് ഇങ്ങനെ നോക്കിയാൽ മതി കേട്ടോ. എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ലെസ് ദാൻ ഡി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എം. ഇനി നമുക്ക് എന്താ ക്വസ്റ്റ്യൻ? എച്ചും ജിയും കൂടെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ആരാണ്? എച്ചും ജിയും. ഇത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിലാണ് ജി കിടക്കുന്നത്, ഇവിടെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിലാണ് ആര് കിടക്കുന്നത്? എച്ച് കിടക്കുന്നത്. ഈ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിനെയും രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ആളാരാണ്? എം ആണ്. അപ്പോൾ എമ്മും എച്ചും തമ്മിലുള്ള ബന്ധം എന്താ? എച്ചിൻ്റെ അടുത്തോട്ടാണ് വലുത് വരേണ്ടത്. ഓക്കെ, എച്ചിൻ്റെ അടുത്തോട്ട് വലുത് വന്നു. ഓക്കെ, പിന്നെന്താണ്? ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് നമുക്ക് നോക്കാം. എച്ച് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ആണോ? എച്ച് ലെസ് ദാൻ ആയിരിക്കണം. എച്ചിൻ്റെ അടുത്ത് ചെറുതാണ് വരേണ്ടത് ജിയേക്കാൾ. നമുക്ക് നോക്കാം. നോക്കിയാൽ അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് എന്തായി? എച്ചിൻ്റെയും ജിയുടെ ഇടയ്ക്കുള്ള സൈനുകൾ നോക്കുമ്പോൾ തന്നെ പ്രശ്നമുണ്ട്. ജി ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു എച്ച്. രണ്ട് സൈനുകൾ വന്നപ്പോൾ തന്നെ എന്തായി? നോ റിസൾട്ടായി. അപ്പോൾ ഇത് വരത്തില്ല. ഇനി ആർ ഗ്രേറ്റർ ദാൻ ഡി. അപ്പോൾ ഇവിടെയും നമുക്ക് എന്താണ്? ആർ ഡിയേക്കാളും ഗ്രേറ്റർ ആണോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. ശരി, നമുക്ക് ഒന്ന് എഴുതാം. സയൻസ് എഴുതി കഴിഞ്ഞാൽ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ലെസ് ദാൻ ഡി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എം ആണ് ആറുമായിട്ട് കണക്ട് ചെയ്യുന്നത്. എം ആറിനേക്കാളും വലുതാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ലെസ് ദാൻ ആറേ ഇവിടെ കൊടുക്കാൻ പറ്റുള്ളൂ. നോക്കാം. ഇനി എന്താ നമുക്ക് നോക്കണ്ടേ? ആർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡി ആണെന്ന് നോക്കണം. ആറ് ഡിയേക്കാളും ഗ്രേറ്റർ ആണെന്നോ? ഓക്കെ, ഇതിൻ്റെ ഇടയ്ക്ക് വന്നിരിക്കുന്ന സൈനുകൾ നോക്കിയേ. ഒന്ന് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഒന്ന് ലെസ് ദാൻ. അപ്പം തന്നെ എന്തായി? ഇവിടെയും നോ റിസൾട്ടാണ്. ഇനി എന്താ? ഡി ഗ്രേറ്റർ ദാൻ എ. നമുക്ക് അടുത്ത് നോക്കാം. ഡി ഗ്രേറ്റർ ദാൻ എ നോക്കാം. അതിവിടെ തന്നെ നോക്കാമല്ലോ. എന്താ? എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെയുള്ള ആളാണ്. ഓക്കെ, ഇവിടെ എന്താ? എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു പിന്നെ ലെസ് ദാൻ ഡി. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലെസ് ദാനും വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കൊടുക്കാം? ലെസ് ദാൻ. എ ലെസ് ദാൻ ഡി. അപ്പോൾ ഡി ആണ് വലുത്, എ ചെറുത്. ഇവിടെ എന്താ വന്നേക്കുന്നത്? ഡി വലുതാണ് വന്നേക്കുന്നത്, എ ചെറുത്. ഇത് റിവേഴ്സബിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറയാം? ഡി ഗ്രേറ്റർ ദാൻ എ എന്ന് പറഞ്ഞൂടെ? പറയാമല്ലോ. അപ്പോൾ ഓപ്ഷൻ സി ആണ് റൈറ്റ് ഉത്തരം. പിന്നെ ഇത് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് കിട്ടി? ഏതാണ്? ഓപ്ഷൻ സി ആണ് റൈറ്റ് ഉത്തരമെന്ന് കിട്ടി. പറഞ്ഞാൽ മനസ്സിലായോ? ഇനി ഇതിലൂടെ ഒന്ന് പോയേ. എന്താ? ഇവിടെ ഓരോരോ സ്റ്റേറ്റ്മെന്റുകളായിട്ടാണ് വന്നേക്കുന്നത്. എന്താ? എ ലെസ് ദാൻ ക്യൂ. ഓക്കെ, ക്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്. ഇടയ്ക്കൊരു കോമയുണ്ട്, അത് ശ്രദ്ധിച്ചോണം. ഇ ഇസ് ഈക്വൽ ടു എ ലെസ് ദാൻ ടി. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതിൻ്റെ ഉത്തരത്തിലേക്ക് പോകാം. ആദ്യത്തെ എന്താ? ടി ലെസ് ദാൻ ഇ ആണോ? ടി ലെസ് ദാൻ ഇ ആണോ മക്കളെ? ടി ലെസ് ദാൻ ഇ ഓക്കെ ആണ്. ഇസിക്കൽ ടു ഇ ഓക്കെ. അപ്പോൾ നമുക്ക് വരുന്നത് ഇ ലെസ് ദാൻ ടി എന്ന് കിട്ടി. ഇസിക്കൽ ടു ലെസ് ദാനും അല്ലേ ഇക്കും ടിക്കും ഇടയ്ക്കുള്ളത്. അപ്പോൾ ടി ആണ് വലുത് വരേണ്ടത്. ടി ആണോ വലുത് വന്നേക്കുന്നത്? അല്ല. അപ്പം തന്നെ ഒന്നാമത് തെറ്റി. ഇനി എന്താ? എ ഇസിക്കൽ ടു എക്സ്. നോക്കൂ മക്കളെ, എ ഇസിക്കൽ ടു എക്സ് വരുമോ? എ ഇസിക്കൽ ടു എക്സ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നോക്കാം. എ ലെസ് ദാൻ ക്യൂ. ക്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ആണ്. അപ്പോൾ പറ എന്തായിരിക്കും വരുന്നത്? ലെസ്സും ലെസ് ദാൻ ഓർ ഈക്വൽ ടു കൂടെ വന്നു കഴിഞ്ഞാൽ ലെസ് അല്ലേ വരത്തുള്ളൂ. എ ലെസ് ദാൻ എക്സ്. പക്ഷേ ഇവിടെ എന്താ വന്നേക്കുന്നത്? ഇതല്ലേ വന്നേക്കുന്നത്. അപ്പോൾ ബോത്ത് കൺക്ലൂഷൻസ് ആർ എന്താണ്? നെയ്തർ കൺക്ലൂഷൻ 1 and 2. ഓക്കെ. ഓൺലി കൺക്ലൂഷൻ 1 is true.
ഓൺലി കൺക്ലൂഷൻ 2 ഈസ് ട്രൂ, ബോത്ത് കൺക്ലൂഷൻ. അപ്പം എന്താണ്? ഓപ്ഷൻ ബി ആണ് റൈറ്റ് ഉത്തരം വരുന്നത്. 1ഉം 2ഉം എന്ത് ചെയ്യുന്നില്ല? ട്രൂ അല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞു മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഇനി ഇത് രണ്ടെണ്ണം ഞാൻ നിങ്ങൾക്ക് ആൻസർ കമൻറ്റ് ചെയ്യാൻ വേണ്ടി തരികയാണ്. എന്താണ്? വളരെ സിമ്പിളാണ്. എ ഗ്രേറ്റർ ദാൻ സി ആണോ നോക്കുക. നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അത് കത്തും എ ഗ്രേറ്റർ ദാൻ സി ആണോ. ബി ഗ്രേറ്റർ ദാൻ ഡി ആണോ നോക്കുക. ബി ഗ്രേറ്റർ ദാൻ ഡി ആണോ നോക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഞാൻ പറഞ്ഞ് മനസ്സിലായി. ഇപ്പൊ ഇവിടെ തന്നേക്കുന്നത് എ ഗ്രേറ്റർ ദാൻ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സി ഇസ് ഈക്വൽ ടു ഡി ലെസ് ദാൻ ഇ. ഞാൻ നിങ്ങൾക്ക് വിട്ടു തരികയാണ്. എ ഗ്രേറ്റർ ദാൻ സി ആണോ? സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് നോക്കാം. എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സി. ഇടയ്ക്ക് വരുന്ന രണ്ട് സൈനുകളല്ലേ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കൂടെ വരുമ്പം എന്തായിരിക്കും റിസൾട്ടന്റ് സൈൻ? നിങ്ങൾ ആൻസർ കമന്റ് ചെയ്യണം. അതുപോലെ തന്നെ എന്താണ്? ബി ഗ്രേറ്റർ ദാൻ ഡി. നമുക്ക് നോക്കാം. ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇസ് ഈക്വൽ ടു ഡി. അപ്പൊ എന്താ വരുന്നത്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇസ് ഈക്വൽ ടു കൂടെ വന്നു. അപ്പൊ ബി ഗ്രേറ്റർ ദാൻ ഡി ആണോ? ബി ഗ്രേറ്റർ ദാൻ ഡി ആണോ അതോ വേറെ എന്തെങ്കിലും ആണോ വരുന്നത്? ഇത് രണ്ടും നോക്കിയിട്ട് ഏത് ആൻസർ ആണെന്ന് കമന്റ് ചെയ്യണം. കമന്റ് ചെയ്യുക, ഞാൻ നിങ്ങളുടെ ആൻസർ നോക്കും. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു തന്നതേ ഉള്ളല്ലോ, ഇത് കമന്റ് ചെയ്യാൻ പാടൊന്നുമില്ല. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു അടുത്തടുത്ത് വന്നാൽ ഇവിടെ ആര് വരുമോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഉറപ്പാണ്. അതുപോലെ തന്നെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇസ് ഈക്വൽ ടു വന്നാൽ ഇവിടെ ആര് വരുമോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഉറപ്പാണ്. അത് വെച്ചിട്ട് ആൻസർ കണ്ടുപിടിക്കാം. ഓക്കെ, ഇതും അതുപോലെ തന്നെ ഒന്ന് ചെയ്യണം. എന്താണ് ചെയ്യേണ്ടത്? രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് ഇവിടെ ഉണ്ട്. പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ക്യൂ ഇസ് ഈക്വൽ ടു ആർ. പിന്നെന്താ വന്നേക്കുന്നത്? ആർ ലെസ് ദാൻ എസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി. അപ്പൊ നിങ്ങൾ കമന്റ് ചെയ്യണം. എന്താണ് മക്കളെ? പി ഗ്രേറ്റർ ദാൻ എസ് ആണോ? പി ഗ്രേറ്റർ ദാൻ എസ് ആണോ എന്ന് എങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം? ഇങ്ങനെ നോക്കിയാൽ മതി. പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ക്യൂ ഇസ് ഈക്വൽ ടു ആർ. എന്നിട്ട് ആറും എസും കൂടെ കണക്ട് ചെയ്യുന്ന സിമ്പിൾ എന്താ? ലെസ് ദാൻ സിമ്പിൾ അല്ലേ? അപ്പൊ എന്താ? പി ഗ്രേറ്റർ ദാൻ എസ് ആണോ നോക്കാൻ ഇതിന് ഇടയ്ക്കുള്ള സിമ്പിളുകൾ നോക്കി. ഏതൊക്കെയാ? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇസ് ഈക്വൽ ടു ലെസ് ദാൻ എസ്. അപ്പൊ എന്താ? രണ്ട് ഡിഫറെന്റ് സൈനുകൾ വന്നു. രണ്ട് ഡിഫറെന്റ് സൈനുകൾ വന്നാൽ എന്താണ് റിസൾട്ട് എന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഒന്നാമത്തെ കാര്യം കഴിഞ്ഞു. ഇനി എന്താ? ടി ഗ്രേറ്റർ ദാൻ ക്യൂ ആണോ നോക്കണം. ടി ഗ്രേറ്റർ ദാൻ ക്യൂ, അത് നമുക്ക് നോക്കാമല്ലോ. എന്താ? പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ക്യൂ ഇസ് ഈക്വൽ ടു ആർ. ഇതിനെ ടിയുമായിട്ട് കണക്ട് ചെയ്യുന്ന എന്താണ്? ആർ ലെസ് ദാൻ എസ് ആണ്, എസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ആണ്. അതോടൊപ്പം ഉണ്ട്. എന്താണ് നമുക്ക് വന്നേക്കുന്നത്? ടി ഗ്രേറ്റർ ദാൻ ക്യൂ ആണെന്ന് നോക്കണം. ടിയും ക്യൂവും തമ്മിലുള്ള ബന്ധം വന്നേക്കുന്നത്. അപ്പം ക്യൂ വന്നു, ഇസ് ഈക്വൽ ടു വന്നു, ലെസ് ദാൻ വന്നു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു വന്നു, ടി വന്നു. ഇത്രയും സിമ്പിളുകളാണ് അടുത്തടുത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ എന്താണ്? ഇസ് ഈക്വൽ ടു ലെസ് ദാനോടെ വന്നു കഴിഞ്ഞാൽ ലെസ് ദാൻ ആണ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു കൂടെ വന്നാൽ ആരാണ്? അപ്പോൾ അത് റിവേഴ്സബിൾ ആണ്. അത് റിവേഴ്സബിൾ ആകുമ്പോൾ എന്താണ് വരുന്നത്? അപ്പോൾ അത് പറഞ്ഞല്ലോ, ഇസ് ഈക്വൽ ടു ലെസ് ദാനോട് അടുത്തടുത്ത് വന്നാൽ എന്താ വരുന്നത്? ലെസ് ദാനാണ് വരുന്നത്. ലെസ് ദാനും ഇപ്പം എന്ത് പറഞ്ഞു? ക്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി എന്നായി മാറും. ലെസ് ദാൻ ഓർ ഈക്വൽ ടു കൂടെ വന്നാൽ ആര് വരും ഒന്ന് ചിന്തിക്കുക. അത് ചിന്തിച്ചിട്ട് ക്യൂ ലെസ് ദാൻ ടി എന്നാണെങ്കിൽ ടിയുടെ അടുത്തോട്ടാണ് ഓപ്പൺ ആയിട്ടിരിക്കുന്നതെങ്കിൽ ഇറ്റ് ഈസ് റിവേഴ്സബിൾ. ടി ഗ്രേറ്റർ ദാൻ ക്യൂ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏത് ഓപ്ഷൻസ് ഒക്കെയാണ് ശരി എന്നുള്ളത് എന്ത് ചെയ്യണം? കമന്റ് ചെയ്യണം. ഓക്കെ, ശരി. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ഇൻഇക്വാളിറ്റി എക്സാമിന് വരുന്നുണ്ടെങ്കിൽ ചെയ്യുക. വളരെ സിമ്പിളായിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രം നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ചെയ്തു പോകാൻ പറ്റുന്നതേ ഉള്ളൂ. നമ്മുടെ പ്ലേലിസ്റ്റുകൾ നമ്മുടെ മെയിൻ ചാനലിലും ആർമി ചാനലിലും അവൈലബിൾ ആണ്. എല്ലാം നോക്കി നന്നായി പഠിക്കുക. കലണ്ടറിൻ്റെ ക്ലാസ് ഓൾറെഡി ഞാൻ നമ്മുടെ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. കലണ്ടറിൽ നിന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. ഞാൻ ഒന്നുകൂടി കലണ്ടർ നിങ്ങൾക്ക് എടുത്തു തരികയും ചെയ്യാം. അപ്പോൾ നന്നായി പഠിക്കുക, എക്സാം നന്നായിട്ട് എഴുതുക. ഓക്കെ, താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.